അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുസാബഖത്തുൻ ബൈന ഷഖീഖൈനി എന്നുള്ള പാഠം നമ്മളെടുത്തു. ഇന്ന് നമുക്ക് അതിലെ അൻഷിത്തകളൊന്ന് നോക്കാം. വളരെ സിമ്പിളായ അൻഷിത്തകളാണ്, അതെന്നെല്ലാം നോക്കാം. അതിൽ ഒന്നാമത്തത് നുജീബ് അനിൽ അസിലത്തിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതുക എന്നുള്ളതിൽ ഒന്നാമത്തത് മൻ ഷഖ്സിയാത്തു ഹദിഹിൽ ഖിസ്സ. ഷഖ്സിയാത്ത് പറഞ്ഞാൽ വിശിഷ്ടാതിഥികൾ എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ വ്യക്തികൾ ആരൊക്കെ എന്നാണ്, ഈ കഥയിൽ പറഞ്ഞ വ്യക്തികൾ ആരാണ്? അബ്ദുറഹ്മാൻ നൗഫ്, മുആദ് ബിൻ അഫ്രാ, മുഅവ്വദ് ബിൻ അഫ്രാ, അവരൊക്കെ അല്ലേ? അപ്പോൾ അവരാരൊക്കെയെന്ന് ഈ കഥയിൽ പറഞ്ഞ വ്യക്തികൾ, വിശിഷ്ട വ്യക്തികളെക്കുറിച്ച് അവരാരൊക്കെയെന്ന് എഴുതുക. മൻ എന്നാണ്, ആരെല്ലാം എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മാതാ കാന ഹദുഫുൽ അഖ്വൈനി ഫി ഗസ്വത്തി ബദർ. ബദർ യുദ്ധ ദിവസത്തിൽ ഈ രണ്ട് സഹോദരന്മാരുടെ ലക്ഷ്യമെന്തായിരുന്നു? ഖത്ൽ അബീ ജഹൽ, അബൂ ജഹലിനെ കൊല്ലല്ലേ. അപ്പോൾ ഹദുഫുൽ അഖ്വൈനി ഫി ഗസ്വത്തി ബദർ എന്നുള്ളൊരു മുബത്തദ, അതിൻ്റെ ഖബറായിട്ട് എങ്ങനെ ഇതാ ഖത്ലു അബീ ജഹലിൻ, അബൂ ജഹലിനെ കൊല്ലലായിരുന്നു. അപ്പോൾ ഉത്തരം കൃത്യമായിട്ട് എഴുതണം കേട്ടോ, പരിപൂർണ്ണമാക്കി എഴുതണം. ഹദുഫുൽ അഖ്വൈനി ഫി ഗസ്വത്തി ബദർ എന്തായിരുന്നു? ഖത്ലു അബീ ജഹലിൻ. മാദാ സഅലൽ ഇഖ്വാനു ലിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനോട് ഈ രണ്ട് സുഹൃത്തുക്കളും ചോദിച്ചത് എന്താണ്? അപ്പോൾ സഅലൽ ഇഖ്വാനു ലി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്താണ് ചോദിച്ചത്? എന്തിനെക്കുറിച്ച് ചോദിച്ചത്? എന്താണ് ചോദിച്ചത് എന്നാണ്. അപ്പോൾ എന്ത് ചോദിച്ചത് എന്താണെന്ന് എഴുതാ. എന്ത് ചോദിച്ചത്? ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ പാഠത്തിലുണ്ടല്ലോ. എന്താണ്? അൽ താരിഫ് അബാ ജഹൽ എന്നുള്ള അർത്ഥത്തിലേക്ക് അല്ലേ? എന്താണ് ചോദിച്ചത്? അബൂ ജഹലിനെ നിങ്ങൾക്കറിയുമോ എന്നുള്ള അർത്ഥത്തിലേക്ക്. അപ്പോൾ അതല്ല ചോദിച്ചത് ഇവർ. അബൂ ജഹലിനെ അറിയുമോ, അബൂ ജഹലിനെ കാണിച്ചു തരണം എന്നർത്ഥത്തിലേക്ക്. ഓക്കെ, രണ്ടാളാണ് ചോദിച്ചത് അല്ലേ? അരിനിയ അമ്മ, എനിക്ക് കാണിച്ചു തരിക എന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു സഅല അൽ ഇഖ്വാനു ലി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, എന്താണ് ചോദിച്ചത്? അൻ മഅരിഫത്തി അബീ ജഹലിൻ, അതുപോലെ തന്നെ അൻ മഅരിഫത്ത് അബൂ ജഹലിനെ കുറിച്ച് അറിയാം, അബൂ ജഹലിനെ കുറിച്ച് അന്വേഷിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. അടുത്തത് കൈഫ അറഫൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന കിലൈഹിമാ ഖതല അബാ ജഹലിൻ. ഇവർ രണ്ടുപേരുമാണ് അബൂ ജഹലിനെ കൊന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അറഫൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി അന്ന കിലൈഹിമാ ഖതല അബൂ ജഹൽ, അബൂ ജഹലിനെ ഇവർ രണ്ടുപേരുമാണ് കൊന്നത് എന്ന്. എങ്ങനെയാണ്? മിൻ പരിശോധിക്കുന്നതിലൂടെ, മിൻ ബഹത്തി സൈഫൈഹിമ, ഇവർ രണ്ടാളുടെയും വാൾ പരിശോധിക്കുന്നതിലൂടെയും, അതുപോലെ തന്നെ വനളറൻ നബിയു ഫി സൈഫൈനി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ രണ്ടാമത്തെ വർക്ക് നുഅരിബുൽ ഫിഖറ ബി മുസാഅദതി ഹാദിഹിൽ അൽഫാദ്. ഇവിടെ കുറച്ച് ലഫ്ലുകളും അതിൻ്റെ അർത്ഥവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ, ഈ മലയാളത്തിലുള്ള ഈ സെൻറ്റൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അറബി വൽക്കരിക്കണം, അഥവാ അറബിയിലേക്ക് മാറ്റി എഴുതണം എന്നർത്ഥം. അപ്പോൾ മുദീറുൽ ഹദീഖത്ത് പറഞ്ഞാൽ മാനേജർ ഗാർഡൻ, അഥവാ ഇതിൻ്റെ പൂന്തോട്ടത്തിൻ്റെ ഗാർഡൻ്റെ മാനേജർ എന്നർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ ഖാരിജിയൂൻ എന്ന് പറഞ്ഞാൽ വിദേശികൾ എന്നർത്ഥം കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് ബുഹൈറ എന്ന തടാകം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ സെൻറ്റൻസ് അറബിയിൽ നിന്നും മലയാളത്തിൽ നിന്നും അറബിയിലേക്കാക്കുക. ഇതിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഞാൻ രാവിലെ തടാകത്തിനടുത്ത് നിൽക്കുകയായിരുന്നു. അതിലേതാ അറിയാത്തത്? രാവിലെ സ്വബാഹ്, തടാകം എന്ന് പറഞ്ഞാൽ ബുഹൈറ, നിൽക്കാന്നതിന് കാമ. അപ്പോൾ നിൽക്കുന്നുകയായിരുന്നുള്ള എന്താ? കുന്തു ഖായിമൻ അല്ലേ? അങ്ങനെ എഴുതിയാൽ പോരെ, അടുത്തുള്ളതിന് ഇന്ത. പിന്നെ അതുപോലെ തന്നെ ഒരു കൂട്ടം വിദേശികൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ആയിരുന്നു, കാനമായി അല്ലേ? അങ്ങനെ അടുത്തുള്ള എന്ന് എഴുതുക. അതുപോലെ തന്നെ ഇന്തി എന്ന് എഴുതുക. എൻ്റെ ആൾ ഇന്തി മായി എന്നൊക്കെ എഴുതുക. വിദേശികൾക്ക് ഖാരിജിയു എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂട്ടത്തിന് എന്താണ്? ജമാഅത്ത് എന്നൊക്കെ എഴുതുക. അവരിൽ ഒരാൾ എന്നെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൽത്തഫത്ത അല്ലേ? ഇൽത്തഫത്ത നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ.
എന്നെ അല്ലെ എന്നെ എന്നുള്ളിനോ ഇൽത്തഫത്ത ഇലയ്യ എന്നുണ്ടായിരുന്നു നമ്മളെ പുസ്തകത്തിൽ. അപ്പോൾ അതന്നെ അവരിൽ ഒരാൾ ഓക്കെ. അഹദിഹിം അല്ലെങ്കിൽ അഹദു മിൻഹും എന്നോ അങ്ങനെ എന്തായിട്ട് നിങ്ങൾ എഴുതാം. പിന്നെ അദ്ദേഹം രഹസ്യമായി എന്നോട് പറഞ്ഞു, അതിന് തുല്യമായ പദം നമ്മുടെ പാഠത്തിലുണ്ട്. ആ പാഠത്തിലുള്ള ഭാഗം നോക്കിയിട്ട് മനസ്സിലാക്കി എഴുതുക. നിങ്ങൾക്ക് ഗാർഡൻ മാനേജർ അറിയും, അതുപോലെ തന്നെ നമ്മുടെ പാഠത്തിലുണ്ടായിരുന്നു എന്ത് അബൂജഹലിനെ നിങ്ങൾക്കറിയുമോ എന്നൊരു ചോദ്യം. അപ്പോൾ അത് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. ഞാൻ പറഞ്ഞു എന്നുള്ളത് എന്താ, കുൽത്തു ഞാൻ പറഞ്ഞു, അറിയാം, അതും നമ്മുടെ പാഠത്തിലുണ്ട്. അറിയുമോ എന്ന് ചോദിച്ചു. അറിയാം ഈ പാഠത്തിലല്ല, പല പാഠത്തിലായിട്ട് മുമ്പ് നിന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ആരിഫ്, അതെ എനിക്കറിയാം എന്നർത്ഥത്തിൽ എനിക്ക് നിങ്ങൾ മുമ്പ് പഠിച്ചല്ലോ, അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവും പ്രതീക്ഷിക്കുകയാണ്. ആരിഫ് എനിക്കറിയാം എന്ന്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഓഫീസിലുണ്ട്. ഓഫീസിന് എന്താ പറയുക, മക്തബത്ത് എന്ന് പറഞ്ഞാൽ ലൈബ്രറിയാണ്. മക്തബ് എന്ന് പറഞ്ഞാലാണ് ഓഫീസ് കേട്ടോ. മക്തബത്ത് ഹാത്താ ഇട്ടാൽ പിന്നെ അത് ലൈബ്രറി എന്നാവും. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ്. വിദേശി നേരെ ഓഫീസിലേക്ക് പോയി. അൽ ഖാരിജി നേരെ നഹ്വ്. ഓഫീസിന് എന്താ മക്തബ് ഓക്കെ. പോയി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ സെൻറ്റൻസിനെ അറബിയിൽ മാറ്റി എഴുതുക. പിന്നെ അടുത്തത് നുവഫിഖു ബൈനൽ കലിമാത്തി വ മആനിഹ. ഷിമാൽ, ഷിമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വടക്ക്. ഷർഖ് പറഞ്ഞാലോ കിഴക്ക്. ജുനൂബ് പറഞ്ഞാലോ തെക്ക്. ഒറബ് പറഞ്ഞാലോ പടിഞ്ഞാറ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഈ പദങ്ങൾ ഷിമാൽ എന്ന് പറഞ്ഞാൽ നോർത്ത്, ഷർഖ് പറഞ്ഞാൽ ഈസ്റ്റ്, ജുനൂബ് എന്ന് പറഞ്ഞാൽ തെക്ക്, ഒറബ് പറഞ്ഞാൽ പിന്നെ പടിഞ്ഞാറ് വെസ്റ്റ് ഓക്കെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഷിമാൽ എന്ന് പറഞ്ഞാൽ നോർത്ത് തന്നെ. നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വടക്ക്. ഷർഖ് എന്ന് പറഞ്ഞാലോ, ഷർഖ് പറഞ്ഞാൽ കിഴക്ക്. മഷിരിക്ക് എന്നല്ല പറയല്, കിഴക്കിനിക്ക്. അപ്പോൾ ഷർഖ് പറഞ്ഞാൽ കിഴക്ക്, ഈസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ജുനൂബ് എന്ന് പറഞ്ഞാൽ തെക്ക്, എനിക്ക് സൗത്ത് എന്ന് പറയും. ഓറബ് എന്നുള്ളതാണ് പടിഞ്ഞാറ്. അപ്പം മഗ്രിബ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് പഠിക്കാൻ കേട്ടോ. ഓരോ ഭാഗങ്ങളാണ് ജിഹാത്തുൽ അർബ് എന്ന് പറയും. അപ്പോൾ അതിൽ എന്താ ചെയ്യുക, നിങ്ങൾ നോട്ടുകൾ എഴുതി വെക്കുക, അതിനെ മലയാളം കൂട്ടത്തിൽ എഴുതി വെക്കുക. പിന്നെ അടുത്ത വർക്ക് നുകവ്വിന ഖംസ ജുമലിൻ ബി അസ്മാഇൽ ജിഹാത്തിൽ അർബഇ ബി മുസാഅത്തിൽ ഇത്തിജാഹി വൽ ഖരീത. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, ഓരോ ഭാഗങ്ങളും അതുപോലെ തന്നെ കുറച്ച് പദങ്ങളുണ്ട്. ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ജുംലയിൽ പ്രയോഗിക്കണം. എല്ലാ പദങ്ങളും ഉൾക്കൊള്ളിച്ചിട്ട് കേട്ടോ. മസ്ജിദ് പള്ളി, ബുഹൈറ എന്ന തടാകം, മത്താർ പറഞ്ഞാലോ വിമാനത്താവളം ഓക്കെ. അതുപോലെ തന്നെ മൗഖിഫിൽ ബസ് സ്റ്റോപ്പ് എന്നർത്ഥം. അതുപോലെ മഹത്തത്തുൽ ഖിത്താർ എന്ന റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, ഷിമാൽ തെറ്റാതിരിക്കാണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഷർഖ് പറഞ്ഞാൽ കിഴക്ക്, ഈസ്റ്റ്. ജുനൂബ് എന്ന് പറഞ്ഞാൽ തെക്ക്, സൗത്ത് ഓക്കെ. ഒറബ് പറഞ്ഞാൽ പടിഞ്ഞാറ്, വെസ്റ്റ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു 5 ജുംലകൾ ഏതെങ്കിലും മസ്ജിദ്, മത്താർ, ബുഹൈറ, മത്താർ, ഇത് 5 ഈ 5 എന്ത് ചെയ്യണം, ഈ ഓരോരോ ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം എന്താണ്, എൻ്റെ വീടിൻ്റെ കിഴക്ക് വശത്താണ് പള്ളിയുള്ളത്, അതല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബസ് സ്റ്റോപ്പിൻ്റെ കിഴക്ക് ഭാഗത്താണ് തടാകമുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ജുംലകൾ ഉണ്ടാക്കുക, ഒരു 5 ജുംല. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നുക്കമ്മിനിൽ ജുംല താലിയ ബിക്കലിമത്തി മുനാസബത്തി മേൽ ഹിലാലൈന്. 2 എന്തുണ്ട്, ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റുകൾക്കുള്ളിൽ നിന്നും യോജിച്ചത് താഴത്തേക്ക് ചേർത്ത് എഴുതാനാണ്. അതിലൊന്നാമത്തത് ലം യൽതഫിത്ത്, തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. രണ്ടാമത്തെ ലാ യസുബ്ബു, ചീത്ത പറയുകയില്ല, തെറി വിളിക്കുകയില്ല. ആയൻത, നീ കണ്ടിരിക്കുന്നു. ഇൻസറഫാത്ത്, പിരിഞ്ഞുപോയി എന്നർത്ഥം, മടങ്ങിപ്പോയി, തിരിച്ചുപോയി എന്നർത്ഥത്തിനേക്ക്. ഇംസഹ്, നീ കൈകുക, നീ തടവുക എന്നർത്ഥത്തിനേക്ക്. അപ്പോൾ ഇവിടെ നോക്കുക, ചേർത്ത് കൊടുക്കേണ്ടത് നോക്കാം നമുക്ക്. ലൂത്ത് അലൈഹിസ്സലാം ഇലാ ഖൗമിഹിൽ കുഫാർ. ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ കാഫിരീങ്ങളായ സമുദായത്തിലേക്ക് ചെയ്തില്ല എന്നൊക്കെ കാര്യം. അപ്പോൾ അത് മുമ്പ് നോക്കിയത്. അതുപോലെ രണ്ടാമത്തത് അൽ മുഅ്മിനു ദീക എന്ന് പറഞ്ഞത്, ഒരു മുഅ്മിൻ ഒരിക്കലും ചെയ്യുകയില്ല എന്നർത്ഥത്തിനിക്ക്. അദ്ദീക, കോയിയെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ യോജിച്ചത് ഒന്ന് നോക്കിയിട്ട് എഴുതാം. അടുത്തതുപോലെ തന്നെ റഅ്സക ഇൻദൽ വുളൂ ചെയ്യുന്ന അവസരത്തിൽ നിൻ്റെ തലയെ നീ എന്തോ ചെയ്യുക എന്നാണ്, അമ്രാണ് അവിടെ കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് അന്നാസ് ബഅദൽ ഹഫ്ലത്തി ഇലാ ബുയൂത്തിഹിം, പ്രോഗ്രാമിന് ശേഷം
അവരുടെ വീടുകളിലേക്ക് ജനങ്ങളൊക്കെ ആയി എന്നർത്ഥം. പിന്നെ അടുത്തത് ഹൽ അൽ ഹരീക ഫിൽ ഗാബ, കാട്ടുതീ എന്നർത്ഥം. അൽ ഹരീക ഫിൽ ഗാബ എന്ന കാട്ടുതീ നീ കണ്ടില്ലേ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ മുമ്പ് പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ചേർത്ത് ചെയ്താൽ ലം യൽതഫിത്ത് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കിയില്ല, ലാ യസുബ് പറഞ്ഞാൽ ചീത്ത പറയുകയില്ല, ആയന്ത പറഞ്ഞാൽ നീ കണ്ടു. അപ്പോൾ ഹല്ലായത്തകണെ നീ കണ്ടിട്ടില്ലേ എന്നർത്ഥം, കണ്ടോ എന്നർത്ഥം. ഇൻസറഫ് പറഞ്ഞാൽ പിരിഞ്ഞുപോയി, ഇംസഹ് നീ തടവുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ വർക്ക്, രണ്ടാമത്തെ വർക്ക്, നാലാമത്തെ വർക്ക്, അഞ്ചാമത്തെ വർക്കൊക്കെ ചെയ്യട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾ നോട്ട് ബുക്കിൽ അർത്ഥങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.